ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ചീരയുടെയാണ് കേട്ടോ. ഇവിടെ ഇത് ഫുള്ള് ചീരയാണ്. കുറച്ച് ചീരയൊക്കെ ഞാൻ പറഞ്ഞതാണ് അർഷാക്കൂന്. ആ ചീരച്ചെടി ഒന്നാകെ പറിച്ചോട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ എല്ലാം കൂടെ അരിഞ്ഞു കൂട്ടി ഞാൻ എന്ത് കാട്ടുകയെന്ന് എനിക്കറിയില്ല. ഞാൻ താളിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇതൊക്കെ പാടെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ അരിഞ്ഞു കൂട്ടി ഉപ്പേരി ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കൊണ്ടുപോകണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാൻ തന്നെ പോയാൽ മതിയായിരുന്നു പൊട്ടിക്കാനെന്ന്. എന്നപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ അത് അവിടെ കൊടുന്ന് അടുക്കളയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്നും പുഴുയില്ലാത്തതും കേടില്ലാത്തതും ഒക്കെ നോക്കിയെടുത്ത് റെഡിയാക്കണം കേട്ടോ. അപ്പം ഇനി എല്ലാം കൂടെ അരിയും വേണം. അപ്പം ആദ്യമൊക്കെ അരിയാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നെങ്കിലും പിന്നീട് അർഷക്ക് കുളിച്ച് മാറ്റി പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായി. വെക്കേഷൻ ആയതുകൊണ്ട് ഇവരുടെ പരാതികളും തീരുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചീരയൊക്കെ നേരാക്കാൻ വേണ്ടി ഇരുന്നത്. ഇപ്പപ്പാക്കുന്നൊരു നിക്കാഹ് ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പപ്പയും മമ്മിയും ഇത് ഈ പെണ്ണും കൂടി അതിന് പോകാനുള്ള പരിപാടിയാണ്. ഓളെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ. ഓളതൊക്കെ ഇട്ടിട്ട് മെയിനാവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ഓള് അർഷാക്കുൻ്റെ പിന്നാലെയാണ് പോയത്. അങ്ങനെ ആൾ ചീരയൊക്കെ കൊടുന്നിട്ടുണ്ടോ, ഒരു ലാഘവത്തോടെയുള്ളൊരു നോട്ടം നോക്കി പോയി ഗൈസ്. അങ്ങനെ ഞാൻ ചീരയൊക്കെ കൂടെ പുഴൊക്കെ നോക്കി റെഡിയാക്കി എടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാവുന്ന ചീരയാണ് കേട്ടോ. നമ്മൾ കീടനാശിനികളൊന്നും തെളിക്കുന്നില്ല. ഈ ഉപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് കഴുകിയാൽ മതി. പുഴൊക്കെ ഉണ്ടോ നോക്കിയിട്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് നേരം ഇതിലിട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു 2-3 തവണയൊക്കെ കഴുകിയെടുത്തിട്ട് വേണം കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനത് അവിടെ വെച്ചിട്ടില്ലേ കുറച്ച് അച്ചാറിടാന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. അപ്പോൾ ഇതിവിടെ കടന്ന് കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് വെള്ളരി മാങ്ങയാണ് കേട്ടോ. വെറുതെ തിന്നാൻ നല്ല രസമാണ്. അങ്ങനെ ഞാനിത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് നീളത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. എനിക്കങ്ങനെ മാങ്ങ അരിയുമ്പോൾ പ്രത്യേകതരമല്ല എന്നെ ഷേപ്പൊന്നൊന്നുമില്ല കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ അരിഞ്ഞ് കിട്ടിയാൽ മതി, ആരെങ്കിലുമൊക്കെ ഒന്ന് അരിഞ്ഞ് തന്നാൽ മതി, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അതേ കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കളഞ്ഞ് നല്ലത് മാത്രം എടുത്ത് ചിനച്ചത് എന്നാണോ പറയുക, എനിക്കറിയില്ല. എന്തെല്ലാം സാധനം ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ അരിയുന്നതോടുകൂടെ അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി ഓരോരുത്തർ എടുത്തിട്ട് പോയി. അതുകൊണ്ട് പിന്നെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അളവ് കുറവ് വന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ വേറെ 2-3 കൂടി എടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങ. അങ്ങനെ മാങ്ങയൊക്കെ അരിയുന്ന ഒരു തിരക്കിലാണ്. ഒരു രസത്തിനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്കിത് നിർത്താൻ പറ്റില്ല. തിന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ മാതിരി പിന്നെ അവസ്ഥ. അങ്ങനെ ഒരു മാങ്ങ ഞാനും കുട്ടികളും കൂടെ അരിഞ്ഞു കൂട്ടി തിന്നിട്ടുണ്ടായിരുന്നു. ബാക്കി മതി അച്ചാറ്. എന്തപ്പോൾ ഇത്ര അർജൻറ്റ് അല്ലേ. അങ്ങനെ ഇത്രയും മാങ്ങ കിട്ടിയിട്ട് അതിൻ്റെ വലിയ ഭാഗം. പിന്നെ 10 രൂപയുടെ ഒരു അച്ചാർ പൊടിയുടെ പാക്കറ്റ് അതിലോട്ട് ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ എന്തായിരുന്നു കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് സ്കിപ്പായി. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തു. പിന്നെ ഇത് പുളി വല്ലാണ്ടില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് കുറച്ച് സുർക്ക, വളരെ കുറച്ച്. എനിക്ക് പുളിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം കേട്ടോ, നമ്മുടെ ഈത്തപ്പഴമൊക്കെ കുറച്ചും കൂടി വേണമെങ്കിൽ വെക്കാം. ഞാൻ ധൃതി ഉള്ളത് കൊണ്ട് വേഗം എടുത്തു കേട്ടോ. ഇനി അത് ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് വലിച്ചെറിയാം. പിന്നെ അതിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ഈത്തപ്പഴത്തിന് മേലുണ്ടാവുന്ന തൊലി കിട്ടുകയാണെങ്കിൽ എടുത്തോളിയും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോളൂ, കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ പിഴിഞ്ഞുടച്ച് പൾപ്പൊക്കെ എടുക്കുക. അപ്പോൾ ഏതാണ്ട് ഇതേപോലെയൊക്കെ കിട്ടും. ഇനി അത് നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. ഞാൻ അതിന് മുന്നേ അത് കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ തീരും. ഇതൊക്കെ ഉച്ചയാകുമ്പോൾ തീരും കേട്ടോ. അങ്ങനെ അത് മിക്സ് ചെയ്ത് വെച്ചു. ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് എല്ലാം പാകമാണ്. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണയിൽ കടുക് വറുത്ത് ഒഴിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ആക്കാം. ഇത് വെളിച്ചെണ്ണയാണോ കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. പിന്നെ ഒന്നും പറയാനില്ല. അപ്പോഴേക്കിനും ഹൈസോൺ നീറ്റു കേട്ടോ. നല്ല ഉറക്കായിരുന്നു ആള്. അങ്ങനെ ഓന് കണ്ണുറിച്ചിട്ട് എൻ്റെ ഫോണിലോട്ടാണ് നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോൺ ഉണ്ട് ഓനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ എവിടെയും കിടക്കണമില്ല, എവിടെ ഇരിക്കണമില്ല, ആരുടെ പോകണമില്ല. അപ്പം എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കുക കുറച്ച് നേരം. ഓനിക്ക് റെസ്റ്റ് ആവും എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ചില സമയത്ത് എനിക്ക് പിന്നെ ആർക്കും കൊടുക്കാൻ തോന്നുന്നില്ല. പക്ഷെ എൻ്റെ സമയമില്ലായ്മ കാരണം ഞാൻ ആർക്കെങ്കിലൊക്കെ കൊടുക്കും. അങ്ങനെ ഓനെയും കൈ പിടിച്ചിട്ട് ചീരനെ വെറുതെ ഒന്ന് മുക്കി പിഴിഞ്ഞെടുത്തു. പിന്നെ ഓൻ ആരടുത്തോ കൊടുത്തെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ചീരയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. നല്ല ചളി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, മഴ പെയ്തിട്ട് ഇങ്ങനെ ചളിയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു ഇലയിൽ. കുറേ ഇല ഞാൻ ഒഴിവാക്കി. പിന്നെ നല്ല ഇലയൊക്കെ ഒഴിവാക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്തായാലും
പിന്നെ ഈ ചീര ഇവിടെ എപ്പോഴെപ്പോഴും കിട്ടും, ഇടയ്ക്കിടയ്ക്ക് കിട്ടും. നമ്മൾ താളിക്കാറും ഉപ്പേരിക്കാറൊക്കെ, ഉപ്പേരി അങ്ങനെ വെക്കാറില്ല, താളിക്കാറുണ്ട് കേട്ടോ, അതാകുമ്പോൾ സിമ്പിളല്ലേ. അങ്ങനെ ഒരു ലോഡ് നേരെ നിന്ന് എന്തൊക്കെയോ ആലോചിച്ച് നിന്നിട്ട് ഞാനത് അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് കൂട്ടിയിട്ടോ, ഒന്നും നോക്കിയില്ല. ഒരു പാത്രം ഫുള്ള് ചീര അരിയാനും കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ അരിഞ്ഞു കൂട്ടിയത് എന്തായാലും നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ചെറിയുള്ളി പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്തു. ഇത് സിമ്പിൾ ഉപ്പേരിയാണ് കേട്ടോ, ഞങ്ങളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ സ്റ്റൈലായിട്ട് തോരനൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാനൊരു എടുത്ത ചട്ടി വളരെ ചെറുതായി പോയെന്ന് എനിക്ക് പിന്നീട് തോന്നി. ചീരയാണെങ്കിൽ അരിഞ്ഞത് കൊള്ളണമില്ല കേട്ടോ. ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുത്തു, അപ്പോഴേക്കിനും പാത്രം നിറഞ്ഞു. ബട്ട് ബാക്കി അരിഞ്ഞത് അവിടെ വെറുതെ ഇരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഞാനിത് ഫുള്ള് ഉപ്പേരി വെക്കുന്നുള്ളൊരു വാശിയിലായിരുന്നു. വാശിയല്ല, ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമുക്ക് കുറച്ചിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ആ ആവിയൊക്കെ കയറുമ്പോൾ അതൊന്നിങ്ങനെ എന്താവും താഴും, ഒന്ന് കുറയും, അതിൻ്റെ ഒരു അളവ് കുറയും. അപ്പോൾ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും മൊത്തത്തിൽ ഞാനത് കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പം മിക്സ് ചെയ്താലേ ഉപ്പിൻ്റെ അളവ് അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ട് ഇളക്കാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചു. ഞാനൊന്ന് താഴ്ന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങയൊക്കെ ചിലവെടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആവിയൊക്കെ കയറി ഇതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നു. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പോലും വെള്ളം വരും, അടച്ചു വെക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ല. വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളം വറ്റാതെയാണ് ഇപ്പോൾ ഞാൻ തേങ്ങ ഇട്ടിട്ടുള്ളത്, ബിക്കോസ് സമയമില്ല. അങ്ങനെ ഞാനതൊക്കെ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കുപ്പായിട്ടരോ കുപ്പായ ഒരുത്തരോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അങ്ങനെ അതും കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു ഈ ചീരപ്പേരി എന്ന് പറയുന്നത്, ബിക്കോസ് കുറേ അരിയാനുണ്ടായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഉച്ചക്ക് കർഷക ഫുഡ് കഴിക്കാൻ വന്നില്ല എന്നുള്ളതാണ്. എനിക്ക് കീറന്ന് വന്നിട്ടേ ഭ്രാന്തായി. അങ്ങനെ എന്തായാലും മീനും പൊരിച്ചു, കുറച്ച് കഞ്ഞോളക്കറി ഉണ്ടാക്കി കേട്ടോ. ഈ കറി ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിനെ സ്മരിച്ചുകൊണ്ടാണ്. ഓളുടെ പേര് ഷംല എന്നാണ്. ഓൾ എപ്പോഴും സ്കൂൾക്ക് ഈ ഒരു സാധനം കൊടുത്തിരുന്നത്. ആദ്യമൊക്കെ ഞാൻ കീറിയിരുന്നെങ്കിലും പിന്നീട് ഞങ്ങളതിൻ്റെ ഫാനായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പവർ കട്ടായിരുന്നു, വർഷക്ക് ഫുഡ് കഴിക്കാൻ വന്നില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രഷറൊക്കെ കാരണം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ കറണ്ട് ഒന്ന് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തുണികളൊക്കെ മടക്കണ്ടായിരുന്നു, അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.